എല്ലാത്തുനിന്നും വരും. ഞാനതാ പറഞ്ഞു, ജനങ്ങളിൽ നിന്നുള്ള വോട്ടാണ് എന്ന് പറഞ്ഞതാണ്. ഒരു സ്പെസിഫിക് കാൽക്കുലേഷൻ അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞ 35 to 40% LDF എന്നും ആവറേജ് 25+ വോട്ടുകൾ UDF എന്നും വരും. അതെ, 25% പ്ലസ് 25%-ലധികം വോട്ട് ഈ പറയുന്ന UDF സംവിധാനത്തിൽ വരും. അതല്ലാതെ നിഷ്പക്ഷ വോട്ടുകളുണ്ടല്ലോ, അതാണല്ലോ കേരളത്തെ 5 കൊല്ലം കൂടുമ്പോൾ മാറ്റിമറിക്കൽ. അത് മുമ്പ് എന്താ പറയുക, നമ്മളൊക്കെ ഒരു 10 വർഷം 15 വർഷമൊക്കെ മുമ്പ് എടുക്കുകയാണെങ്കിൽ 8%, 10% വർദ്ധിച്ചു വന്ന് ഇപ്പോൾ അതൊരു 20% സത്യത്തിൽ കേരളത്തിലെത്തിയിട്ടുണ്ട്. അത് 20-ൽ നിന്ന് യൂത്ത് വരുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്നും എന്താ പറയുക, എന്തുകൊണ്ടായിരുന്നു 5 വർഷത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗവൺമെൻറ് മാറി മാറി വന്നിരുന്നത്? ആ പറയുന്ന നിഷ്പക്ഷരെന്ന് നമ്മൾ പറയുന്ന ആ വോട്ടർമാർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാറില്ല. ഇനി ചെറുതായിട്ടൊന്ന് സാറ്റിസ്ഫൈഡ് ആയാൽ തന്നെ എന്തായാലും ഒന്ന് മാറിക്കോട്ടെ, 5 കൊല്ലമായില്ലേ. ആ ഒരു വിഭാഗം വേറെ ഉണ്ട്, അവരൊക്കെ എൻ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്യും. ഏയ് എന്തിനാ നിരാശ? 10,000-കണക്കിന് ആളുകൾ PV അൻവറിന് വേണ്ടി വോട്ട് ചെയ്യുകയും വോട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? എനിക്ക് ഇതിനൊക്കെ അത്ഭുതമായിരുന്നു. രാത്രി 2:30 മണിക്കൊക്കെ ആ ചെറുപ്പക്കാർ ഉറക്കമൊഴിച്ചിട്ട് കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കാരണം മീറ്റിങ്ങുകൾ നീണ്ടുപോവാണ്, 10 മിനിറ്റിൽ തീർക്കാമെന്ന് വിചാരിക്കുക. അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ചെറുപ്പക്കാരൊന്നുമില്ല. സത്യത്തിൽ എനിക്ക് തന്നെ ഇന്നലെ വലിയ ബഹുമാനം നിലമ്പൂരിലെ യൂത്തിനോട് എനിക്ക് തോന്നി. കാരണം ഇത്രയും കാഴ്ചപ്പാട് ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടല്ലോ എന്നുള്ളത്. അത് നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്നാണ്. കാരണം രാഷ്ട്രീയം ഇവിടെ അതിശക്തമായി ഉയർന്നു വരികയാണ്. നമുക്കൊക്കെ ബേജാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആ മീറ്റിങ്ങിലൊക്കെ എനിക്കൊക്കെ എന്താ പറയുക, ഭയങ്കര ആവേശമാണ്. കാരണം ഈ നാടിനെ അങ്ങനെ കബളിപ്പിച്ച് ആർക്കും പോകാൻ കഴിയില്ല. നല്ലൊരു വിഭാഗം യൂത്ത് ഈ കാര്യത്തിൽ അലർട്ടാണ്. അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്, അത് പ്രതിഫലിക്കും. നല്ലൊരു ഒരു ജനാധിപത്യത്തിൻ്റെ സൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ പറയുന്നത്, അൻവർക്ക് നിങ്ങൾ ഉറക്കൊഴിക്കല്ലേ, നിങ്ങൾ എത്ര ദിവസമായി ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കുന്നത്? ഞങ്ങൾക്കെന്താ, ഇനിയിപ്പോൾ 3 മണിക്ക് പോയി കിടന്നാലും രാവിലെ 7 മണിക്കോ 8 മണിക്കോ എഴുന്നേറ്റ പോലെ നിങ്ങൾ എത്ര ദിവസമായി, ഞങ്ങളത് കാണണ്ടേന്ന് നമുക്ക് ഇങ്ങോട്ട് ആവശ്യം തരിക. അതാണ് പ്രതീക്ഷാ നിർഭരമാണ് ഇന്ത്യയുടെ ജനാധിപത്യം. ആര്യടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം എന്നുള്ളത്. അപ്പോൾ PV അൻവറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷൗക്കത്ത് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. ആയിക്കോട്ടെ എന്ന്, ഇതൊക്കെ 2016-ലും പറഞ്ഞിരുന്നല്ലോ. 2016-ലും ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്തായി? അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ 200 വോട്ട് PV അൻവർ ലീഡാ. 16-ന് മാത്രമല്ല, 21-ലും. മനസ്സിലായോ? ഈ ആര്യടൻ ഷൗക്കത്തിരിക്കുന്ന വോട്ട് ചെയ്യുന്ന ബൂത്തിൽ PV അൻവറാ ലീഡ്. ഇപ്രാവശ്യം അവിടെ ഇരട്ടിയായിരിക്കും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്തായിരുന്നു സ്ഥിതി? ഇപ്പം എന്താ സ്ഥിതി? ഇനി നാളത്തെ സ്ഥിതി എന്താ നമ്മൾ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പുട്ടടിക്കുക എന്നല്ലാതെ ഫാഷൻ പരേഡ് നടത്തിയിട്ടൊന്നും ഈ പറയുന്ന നിലമ്പൂരിലെ സാധാരണക്കാരായ വോട്ടർമാരെ പറ്റിക്കുന്ന ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വസ്തുതാപരമല്ല, നടക്കുന്ന കാര്യമല്ല. ജനങ്ങൾക്ക് നല്ല ബോധ്യം ഇത്തരം കാര്യങ്ങളിലുണ്ട്. മനസ്സിലായില്ലേ? നല്ല എന്താ പറയുക, പോളിഷ്ഡായിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് ലക്ഷക്കണക്കിന്, ഇന്നലെയൊക്കെ മനോരമയിലൊക്കെ പരസ്യം കണ്ടില്ലേ, സ്നേഹം തിരിച്ചു തരും. എന്ത് സ്നേഹം? ആർക്ക് സ്നേഹം? എന്തൊരു വളിപ്പാണ് ആ പോസ്റ്റർ. ഒരു രാഷ്ട്രീയമായി എഴുതിയിട്ടുണ്ടോ? ഞാനും പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ. നമ്മളൊരു ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ, ചോദ്യങ്ങൾ ഉയർത്തിയല്ലോ. കൂടെയുണ്ടാവും, തന്നാൽ സ്നേഹം തിരിച്ചു തരും. സിനിമയിലൊക്കെ ഡയലോഗ് ഉണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ പുള്ളി ഇപ്പോഴും സിനിമാ ലോകത്താണ്. ഇത്ര എന്താ പറയുക, ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കി പത്രങ്ങളിൽ ഒരു വോട്ടർമാർ കാര്യം മെസ്സേജാണല്ലോ. അതാണല്ലോ അപ്പോൾ നമ്മളീ പറയുന്ന ഈ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താ, പൊളിറ്റിക്കൽ മെസ്സേജാണ്. ആ മെസ്സേജിന് വേണ്ടിയിട്ട് ഇപ്പം സ്വരാജ് അപ്പം മനോരമ വായിക്കുന്നത് കുറേ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഞാനും പരസ്യം കൊടുത്തിട്ടുണ്ട്, ഞാനും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്താ ഈ കൈ ഇങ്ങനെ കെട്ടി നിന്നിട്ട് സ്നേഹം തന്നാൽ തിരിച്ച് ഡബിളായി തരും എന്നും കൂടെ ഉണ്ടാവും. ആരെ കൂടെ? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു മെസ്സേജാണ്! ഇതെന്താ സിനിമയെ? അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾ കഥ എഴുതുകയായിരുന്നു. അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും. നല്ല ജോലിയാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്, അതിൽ അഭിനയിക്കാനും അറിയും. അഭിനയ പാടവത്തിൻ്റെ എന്താ പറയുക, മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാണ്.
അതങ്ങനെ നടക്കട്ടെ. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പത്രപരസ്യത്തിൽ സിനിമ സ്റ്റൈലിൽ മനസ്സിലായി ആ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഇങ്ങനെ ചരിഞ്ഞുന്നുണ്ട്, ഇങ്ങനെ ചരിഞ്ഞുന്നുണ്ട്, ഇങ്ങനെ. ആ കാലൊക്കെ കഴിഞ്ഞ മക്കളെ നമുക്ക് കാണാം. ഓക്കെ, സ്വരാജ് സെക്രട്ടേറിയറ്റിലേക്ക് പോകും. പുതിയ AKG സെൻറ്റർ നല്ല സൗകര്യം, നിയമസഭേനേക്കാളും സൗകര്യമാണ്. വിശാലമായ സെക്രട്ടേറിയറ്റ് പാർട്ടി സെൻറ്ററാണല്ലോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കൊക്കെ ഒരു മന്ത്രിയെക്കാളും സൗകര്യം അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും പിണറായി സത്തിന് ആൾക്കാർ ആ കാര്യത്തിൽ പൈസയൊക്കെ കൊടുത്ത ആരാ നമുക്കറിയാലോ. അപ്പോൾ പാർട്ട്ണർ ആരാ? അദാനിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെക്കാളും സൗകര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോളം സൗകര്യം ഓരോ മുറികളും സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. ആർക്ക്? സ്വരാജിന്. അതിലേറെ സൗകര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും.